എല്ലാവർക്കും ജനന പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കാം. ഇത് മുറിവുകളെ ഉണക്കാനുള്ള ഒരു ജനനത്തിൻ്റെ കഥയാണ്. ദാവീദിൻ്റെ പട്ടണത്തിൽ ഇന്ന് ഉരുവായ മഹാസന്തോഷം അതിനാലാണ് പ്രാധാന്യമുള്ളതാകുന്നത്. എന്തുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ ജനനം ഇത്രമേൽ പ്രകീർത്തിക്കപ്പെട്ടു എന്നത് നാം ചിന്തിക്കണം. അതിന് ആ ജനനം നടന്ന വഴിയും കുഞ്ഞു കിടന്ന ഇടവും ജനനം പാടി നടന്നവരും എല്ലാം പ്രാധാന്യം ഒരുപോലെ നൽകുന്നുണ്ട്. അങ്ങ് വാനിൽ ദൂതരുടെ ഇടയിലും ഇങ്ങ് ഭൂമിയിൽ പാട്ടും പാടി ആട്ടിൻകൂട്ടത്തെ നോക്കി നടക്കുന്ന ഇടയരുടെ ഇടയിലും ഒരുപോലെ ചാരുത നൽകിയ ഒരു ജനനം. സർവ്വജനത്തിനും സന്തോഷമുണ്ടാകുവാൻ ആ ജനനം കൊണ്ട് സാധിച്ചു. അതിനാലാകാം അത് തിരുജനനം ആയതും. ഇത് മുറിവുണങ്ങലിൻ്റെ മഹാസന്തോഷമോർക്കുന്ന ദിനമാണ്. സർവ്വജനത്തിൻ്റെയും മുറിവിന് ബദലായി സ്വയം മുറിവായി ഹീനമായ ഒരിടത്ത് ഹീനമായതിനാൽ പൊതിയപ്പെട്ട് സകലത്തെയും വീണ്ടെടുക്കുവാൻ വന്നവൻ്റെ ജനനം. തൻ്റെ മഹത്വം കൊണ്ട് സർവത്തെയും മാനമുള്ളതാക്കി തീർക്കുന്ന യേശുവിൻ്റെ തിരുപ്പിറവി. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മുറിവായി ജനിച്ച് മരിച്ച രക്ഷയുടെ ഗാഥ ഇവിടെ തുടങ്ങുന്നു. കാലിത്തൊഴുത്തും കാൽവറിയും ഒരു രാജാവിന് അനുയോജ്യമായ തുടക്കവും ഒടുക്കവുമല്ല. എന്നാൽ സർവ്വജനത്തിനും സകല ലോകത്തിനുമുള്ള സൗഖ്യവുമായി പിറന്ന രക്ഷകന് ബലഹീനമായതെല്ലാം ബലമുള്ളതാക്കേണ്ടതുണ്ട്. നമുക്കും നമ്മുടെ ബലഹീനമായ കരങ്ങൾ ഉയർത്തി രക്ഷകന്റെ ജീവിതത്തെ സ്തുതിക്കാം. തമ്മിൽ നാം ഈ രക്ഷയുടെ സുവിശേഷവും ആകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.